സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഒരു സുഹൃത്തായ ജോൺസൺ ചേട്ടൻ്റെ വണ്ടിയിലാണ്. ഇപ്പോൾ ബസ്സിൽ നിന്ന് മാറി ലോറിയിലേക്ക് ഒരു ചേഞ്ചിനായിട്ട് വന്നേക്കാണ്. ഞാനുള്ളത് ഇപ്പോൾ കാലടിയിലാണ് ഉള്ളത്. കാലടിയിൽ ഞങ്ങളൊരു സ്ഥലത്ത് നിന്ന് തവിട് കയറ്റാൻ വേണ്ടി വന്നേക്കാം. 12 വീലുണ്ട് വണ്ടി. ഏഷ്യാറിൻ്റെ 12 വീല് വണ്ടിയാണ്. അതിൽ ഐലൻഡിൻ്റെ ക്യാബിനാണ് നമ്മുടെ ഈ വണ്ടിയുള്ളത്. അപ്പോൾ ആൾ തൃച്ചങ്കോട് പോയിട്ടാണ് ഈ വണ്ടി ക്യാബിന് കെട്ടിയിരുന്നത്. ഓണർ നമ്മുടെ കൂടെ ഉണ്ട്, ജോൺ ചേട്ടനെ നമുക്ക് കാണാം. ആൾ ഫോണിങ്ങിലാണ് പുറയിൽ. അത് നമ്മുടെ വണ്ടിയുടെ ആൾ നമ്മുടെ വണ്ടിയുടെ ആൾ. അപ്പോൾ ആൾ ഫോണിങ്ങിലാണ്. നമുക്ക് ലോഡ് കയറുന്നത് നമുക്ക് കാണാം. കാലടിയിൽ നിന്ന് നേരെ പാലക്കാട് കാണാൻ ലോഡ്. അപ്പോൾ ലോഡ് ഇതാണ് തവിട്. ഇവിടെ ഭായന്മാരോട് നിന്ന് കയറ്റിട്ടുണ്ട്. പകുതി കയറ്റി ആവണുള്ളൂ. അപ്പം ഞാൻ ലോഡ് കയറ്റി കഴിയുമ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും പിടിക്കും. നമ്മളൊരു ഗോഡൗണിലൊന്നും ഇങ്ങനെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഏഷ്യറിന് മൈലേജ് കൂടുതലാണ്. ഇതിൻ്റെ ക്യാബിൻ, കമ്പനി ക്യാബിൻ, നമ്മൾ ലേലൻ്റെ കെട്ടി ക്യാബിൻ നമ്മൾ തൃച്ചങ്കോട് പോയി കയറ്റിക്കണതാണ്. വണ്ടി തന്നെ സെൻറ്റ് മേരീസ്. ഇത് സെൻറ്റ് ജോസഫ് എന്നാണ് വണ്ടിയുടെ പേര്. ഞാൻ നാഷണൽ പെർമിറ്റ് ലോറിയിൽ മാത്രമാണ് ലോങ് ഓടാറുള്ളൂ. ഇപ്പോൾ നമ്മൾ ജോൺ ചേട്ടൻ വിളിച്ചപ്പോൾ നമ്മൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്കിതിൽ 2 ഡ്രൈവർ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഫുള്ള് ലോഡിങ് ബായ്പാലുണ്ട. ഇവിടെ ലോഡിങ്ങാണ് ഇവിടെ. നമ്മുടെ മലയാളികളൊന്നും ഒന്നല്ല ഇവരുടെ അടുത്ത്, അതെല്ലാവർക്കും അറിയാം. ഞങ്ങളങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ പോട്ടയിലൊക്കെ എത്തിയിരിക്കുക. പോട്ട സിഗ്നലൊക്കെ കഴിഞ്ഞു. മേൽപ്പാലം. അപ്പോൾ ഞങ്ങളങ്ങനെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടിരിക്കണ്ട. ഉള്ളിലേക്കിട് പൊളിച്ചു. അവിടെ ജോൺസേട്ടൻ അങ്ങനെ ഞാനും കൂടി തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ റോഡ് വിടാണ്. പാലക്കാട് പോയിട്ടിരിക്കുന്നത് ഞങ്ങൾ. സമയം എത്രയായി? ഇപ്പോൾ 5 മണിയായില്ല, 5:30 സമയം 5:00. തിരക്കുണ്ട് അത്യാവശ്യം റോഡിൽ. ഹായ് കൊടുക്ക്. അത് മതി. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തുരങ്കത്തിന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? 900 മീറ്റർ അല്ല. അപ്പൊ 1 കിലോമീറ്ററിന്റെ അരിയത്ത്, 1 കിലോമീറ്ററിന്റെ അരിയത്ത് ഉണ്ട് ഈ തുരങ്കം. കോസ്റ്റയുടെ വണ്ടി പോണു. കോസ്റ്റ ട്രെയിലർ കണ്ടെയ്നർ. അപ്പോൾ ഞങ്ങളങ്ങനെ തുരങ്കം പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5:30. ഞങ്ങളിപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ലോഡ് ഇറങ്ങുന്ന സ്ഥലത്തെത്തും. അത്യാവശ്യം നല്ല തിരക്കാണ്. ഇന്നലും തിരക്കുണ്ടായിരുന്നു. ഇനി അന്ന് ശ്രീനാരായണ ഗുരുജയന്തി അല്ലായിരുന്നു. അതിൻ്റെ ആ വഴിയിലുണ്ടാവുമോ? വേറെ വിഷയങ്ങളൊന്നുമില്ലല്ലോ. തുരങ്കടി അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ഇപ്പോൾ.
ഇനി കാത്തിട്ട് വെച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ആ ഇവിടെയൊക്കെ പൊട്ടിയായിട്ട് പൊട്ടൊന്നും ഉണ്ടായി കഴിഞ്ഞ പരിപാടി. അതിന് സേഞ്ചിന് 3 ടാങ്കണത്. നമ്മുടെ വാഹനം അവിടെ കിടക്കുന്നുണ്ട്. ജോൺസൺ ചായയുടെ പെടാൻ സാധനം ഉണ്ടാ. ചായയുടെ എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും ആള് കറക്റ്റായിട്ട് പറയും. വിളിക്കാം. ഉണ്ട് ഇല്ല, ആള് വീഡിയോ എടുക്കണം. വാ, ആ കുഴപ്പമില്ല, ഞാൻ വേറെ വോയിസ് ഇട്ടോളാം. ഞങ്ങളങ്ങനെ പാലക്കാട് കയറി അങ്ങനെ കാലത്ത് വെളുപ്പിനൊരു 7:20 ഭയങ്കര ട്രാഫിക് ബ്ലോക്കായി തുടങ്ങി. അതിന് മാത്രം വണ്ടികളായി. ഇങ്ങനെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ. അപ്പം അങ്ങനെ ഒരു വണ്ടി അവിടെ ടിപ്പർ പടമായിട്ട് കിടക്കുന്നുണ്ട്. ടിപ്പറിൻ്റെ പുള്ളം ഷാഡ് കണ്ടത് വേണ്ട കംപ്ലൈൻ്റ് ആയിട്ട് അത് ഊരി കിടക്കാം. ഭാഗ്യം വണ്ടി വേറെ ആക്സിഡൻറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ലേ. പോവാം. അങ്ങനെ ബ്ലോക്കിൽ കൂടെയുള്ള യാത്ര കാലത്ത് തന്നെ സാധാരണ വെളുപ്പിനൊന്നും അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറില്ല. പാലക്കാടിൻ്റെ മലമ്പുഴ മണ്ണിലേക്ക് ഞങ്ങൾ പോകണം. അത് റൈറ്റ് പോയിട്ട് പോകാമല്ലോ അല്ലേ അല്ലേ അതിൽ ഇല്ല അല്ലേ. Continue on Palakkad, Malampuzha Road for 4 kilometers. നല്ല മരങ്ങളും നല്ല പച്ചപ്പൊക്കെയുള്ള സമയമാണ്. വേനൽക്കാലമായോ ഒരു രക്ഷയില്ല ഈ വഴിയിൽ. മിൽമേരിക്കാണ് മലമ്പുഴ മിൽമേരിക്കാണ് നമുക്ക് കാലിത്തീറ്റയുടെ ലോഡ്. ഇനിയിപ്പോൾ ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 7 കിലോമീറ്റർ എഴുതിയുണ്ട്. കിലോമീറ്റർ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. കാലത്തെല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. നല്ല നല്ല വീടുകളല്ലേ ഇതാണ് ചേട്ടാ. നല്ല 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 വീടുകൾ, അതേപോലെ തന്നെ നല്ലൊരു സീനറിയൊക്കെ ഉള്ള നല്ല സ്ഥലമാണ്. എല്ലാവരും ഭയങ്കര ഇഷ്ടമായി ഈ ഭാഗത്തെ വീടുകളും. നല്ല വൃത്തിയൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. ഫിറ്റ്പാക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോ, അതായത് ജിമ്മുണ്ടത് മലബാർ മെഡിക്കൽ സെൻറ്റർ. അതിന് മുകളിൽ ജിമ്മൊക്കെയാണ്. കാലത്ത് എല്ലാവരും നല്ല വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നല്ല 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 കാഴ്ചകൾ തന്നെ കാലത്ത് കൺകുളിർമ കാണാം. കാരണം കാലത്ത് തന്നെ എത്ര ആൾക്കാരുകൾ പിള്ളേരുകളും വ്യായാമമൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ അതന്നെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു കാര്യം. അതിൻ്റെതായൊരു വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ മലപ്പുഴക്കുള്ള ബില്ല് അഡ്രസ് വ്യത്യാസമുണ്ടല്ലോ. ഫീൽഡ് മിക്സ് ഇന്ത്യ എന്നാണ് ബില്ല് അഡ്രസ്. അല്ല അപ്പൊ മലപ്പുഴയ്ക്ക് തന്നെയല്ലേ? മറ്റേ മിൽമാന്ന് എഴുതില്ല. അതിന് വേറെ ആൾ വരുമോ? പിന്നീട് കമ്പനി കാണിച്ചാൽ മതി അല്ലേ? മറ്റിപ്പോൾ മലപ്പുഴ കമ്പനി അടിച്ചെത്ത
അപ്പൊ നല്ല അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ഞാൻ കയറി. എന്തുട്ടാ മല, മല പൂമല മാമലയിൽ മഞ്ഞൊരുകും തേന്മലയിൽ എന്തുട്ടാ മല അല്ല. അതുകൊണ്ടാ വേനൽക്കാലമായി മാത്രമേ പ്രശ്നമുള്ളൂ. ഇവിടെ എവിടെയും നിർത്താൻ തരണമെങ്കിൽ നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അധികം അങ്ങോട്ട് പിന്നെ കടകളുള്ള ജംഗ്ഷനുള്ള സ്ഥലത്ത് നിർത്തിക്കോളാൻ പറഞ്ഞു. നമ്മളങ്ങനെ മലമ്പുഴ മന്തങ്കാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അതായത് മിൽമ കമ്പനി ഉള്ളത് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ഈ കയറി ചെല്ലുന്ന കൊടുത്താണ് ശരിക്കും പറയണമെങ്കിൽ മിൽമ കമ്പനി ഉള്ളത്. ഏറെ വലത് സൈഡിൽ കാണുന്നതാണ്. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്. 10 കൊല്ലമായിട്ടുണ്ടാവും ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നിട്ട്. അപ്പം അങ്ങനെ വീണ്ടും കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ ഈ കമ്പനിയിലേക്ക് വന്നേക്കണം. ഇതാണ് മക്കളെ അങ്ങനെ മിൽമ ഫീഡ്സ് കമ്പനി. നമ്മുടെ മിൽമ നമ്മൾ ലോഡ് ഇറക്കാൻ വന്ന കമ്പനി ഇതാണ്. നമ്മൾ ലോഡ് ഇറക്കേണ്ട കമ്പനി ഈ മിൽമ ഫീഡ്സ് കമ്പനിയാണ്. കടകളൊക്കെ തുറന്നു പറഞ്ഞോ. തൊട്ടപ്പുറത്ത് ചായക്കടയുണ്ട്. അങ്ങനെ മിൽമ കമ്പനിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഈ കാലത്ത് തന്നെ ആയ കാരണം കൊണ്ട് ഇവിടെ വേറെ തിരക്കുകളൊന്നുമില്ല. പക്ഷേ വണ്ടികൾ ഇവിടെ കുറേ ഉണ്ടാവും നമ്മൾ വിചാരിച്ചു. പക്ഷേ ആ ഒരു വണ്ടി ഇവിടെ നിൽക്കണമെന്നുള്ളൂ. അത് ഈ കമ്പനിയിലേക്ക് ലോഡൊന്നും കാണാനില്ല. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് കഴിഞ്ഞ ശേഷം ഉള്ളിലേക്ക് കയറ്റുള്ളൂ. നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ രാജാ സിംഹം വരുന്നുണ്ട്. മലമ്പുഴ നമ്മൾ ലോഡ് ഇറക്കണ കമ്പനിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ് ITI മലമ്പുഴ എക്സലൻസ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പാലക്കാട്. ITI മലമ്പുഴ ഗേൾസ് ആണോ എന്നറിയില്ല. നമ്മൾ എന്തായാലും സമയത്രല്ലേ ആയുള്ളൂ. അത് കാരണം കൊണ്ട് നമുക്ക് ചോദിക്കാൻ ആളില്ല. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. ടാറ്റാ.